വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിൽ നടക്കുന്ന കോൺക്രീറ്റ് നിർമ്മാണത്തിൽ വ്യാപക ക്രമക്കേടെന്ന ആരോപണം. വീതിയും കനവും കുറച്ചുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും റോഡിന്റെ ദുർഘടമായ പ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണം പ്രഹസനമാകരുതെന്നും നാട്ടുകാർ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രെൻഡിംഗ് ഡീൽസ് ഡിസംബർ 26 വരെ. ട്രെൻഡിംഗ് ഡീൽസിൽ രൂപായ് 25,000 മേൽ സ്മാർട്ട് മൊബൈൽ വാങ്ങി വെറും 999 செலுத்தி ரூபாய் 10,000 மதிப்புள்ள ஸ்விஸ் மிலிட்டரி ஏர்பாட், நெக் பேண்ட், பவர் பேங்க், சவுண்ட் பார் மற்றும் பேக் இவை 5ஐயும் பெற்றிடுங்கள். டர்ம்ஸ் அண்ட் கண்டிஷன்ஸ் அப்ளை. ட்ரெண்டிங் டீல்ஸ் டிசம்பர் 26 வரை. ട്രെൻഡിംഗ് ഡീൽസ് ഡിസംബർ 26 വരെ. ട്രെൻഡിംഗ് ഡീൽസിൽ 4K டிவி வாங்கி வெறும் 2025 செலுத்தி ரூபாய் 12,000 மதிப்புள்ள ஹாப்பி போலா சவுண்ட் பார் பிளஸ் ஊஃபரை பெற்றிடுங்கள். நிபந்தனைகளுக்கு உட்பட்டது. ട്രെൻഡിംഗ് ഡീൽസ് டிசம்பர் 26 വരെ. വർഷങ്ങളായി തകർന്ന സഞ്ചാര യോഗ്യമല്ലാതായി കിടക്കുന്ന വണ്ടിപ്പെരിയാർ തേങ്ങക്കൽ റോഡിന്റെ പള്ളിക്കട ഗേറ്റ് മുതലുള്ള ഭാഗത്തെ കോൺക്രീറ്റ് വൽക്കരണത്തിലാണ് വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായി ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. 2 സെക്ഷനുകളിലായി 2 കരാറുകാരാണ് റോഡ് കോൺക്രീറ്റ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ പള്ളിക്കട ഗേറ്റ് മുതലുള്ള ഭാഗത്തെ കോൺക്രീറ്റ് 3 മീറ്റർ 50 സെന്റിമീറ്റർ വീതി എന്നുള്ളത് പല ഭാഗത്തും 3 മീറ്റർ 20 സെന്റിമീറ്റർ മാത്രമാണ് ഉള്ളതെന്നും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ഏറ്റവും ദുർഘട ഭാഗത്തെ നിർമ്മാണം നടത്താതെ അധികം തകരാത്ത ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുമാണ് സ്ഥിരം യാത്രക്കാരും പറയുന്നത്. ഒഴിവാക്കിയിട്ടാണ് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളം ഒഴിച്ചു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയാണ് അത്യാവശ്യം ചെയ്യേണ്ടത്. ഇത് വിട്ടേച്ച് അങ്ങോട്ടാണ് കയറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്നാന്ന് പറയുക, ഈ റോഡിന് ഒരു 40 കൊല്ലം ആയി. ഇരുന്നാലും ഇപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് വീതിയും കുറവാണ്. ഇവിടെ നല്ല സ്ഥലത്തിൽ കോൺക്രീറ്റ് ചെയ്യാത്ത സ്ഥലത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3 മീറ്റർ 50 സെന്റിമീറ്റർ എന്ന എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണത്തിനായി എസ്റ്റിമേറ്റ് എടുത്ത അധികൃതർ ഇതിന് മറുപടി പറയണമെന്നും റോഡ് നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതായും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ആരംഭിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കണമെന്നും റോഡ് കോൺക്രീറ്റ് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന സിമന്റ് കാലപ്പഴക്കത്താൽ കട്ട പിടിച്ചവയാണെന്നും പ്രദേശവാസിയായ അബ്ദുൽ ഖാദറും പറഞ്ഞു. ഒന്ന് ടൗണിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. വാഹന സൗകര്യം കുറവാണ്. ഇതിൻ്റെ കൂടെ ഈ റോഡ് കൂടെ ഇങ്ങനെ പൊട്ടിപ്പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ഞങ്ങൾ വർഷങ്ങളോളം ഇതിൻ്റെ പുറകെ നടന്ന് പല അധികാരികളെയും കണ്ട് ഈ റോഡ് നന്നാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ റോഡ് ഏലപ്പാറ വണ്ടിപ്പെരിയാർ ഏലപ്പാറ വഴി പോകുന്ന ഒരു റോഡാണിത്. പക്ഷേ അതിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞ് യാത്രാ സംവിധാനം ഇല്ലാതെ കിടക്കുന്ന ഒരു ഇതാണ്. വണ്ടിയൊന്നും പോകാതെ ഒരു വണ്ടി KSRTC ഈ റോഡിൽ വന്നുകൊണ്ടിരുന്നു. റോഡിൻ്റെ അവസ്ഥ കാരണം അവർ നിർത്തി. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം റോഡിന് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.